സുഖല്ലേ? ഒരു മനുഷ്യനിക്ക് പ്രത്യേകിച്ച് ഒരു പെണ്ണിന് എങ്ങനെയൊക്കെ തരം താഴാൻ പറ്റും എന്നുള്ളത് അത്രയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ട്. ആരാ അറിയോ? 2 ദിവസം മുമ്പ് ഞാൻ വീഡിയോ ചെയ്തതാ. പിന്നെയും ഓരോന്നിനും കാണുമ്പോണ്ടല്ലോ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളുടെ വീഡിയോ ഒന്നും എനിക്ക് വിട്ടു തരരുത്. കണ്ട് 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 എനിക്ക് കാണുന്നതന്നെ തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. എന്നാലും ചില വാക്കുകൾ കേൾക്കുമ്പോൾ അറിയാണ്ടാണ് വിമർശിച്ചു പോകും. വേറെ ആരിനെ കുറിച്ചല്ല, ജസ്ന കുരുനേട്ടനെ കുറിച്ചാണ് പറയുന്നത്. 2 വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷെ മെല്ലോലി ഇരുന്നാൽ മതി. ആ 2 വീഡിയോയിലുള്ള പ്രത്യേകതയും ഞാൻ കാണിച്ചു തരാം. ആദ്യത്തെ ഈ വീഡിയോ ഒന്ന് കണ്ടോക്കാം. ിലേക്ക് പോകുന്നത് ഇപ്പയാ റൊമാൻസ് ഒക്കെ വന്നു തുടങ്ങി. ഗുരുവായൂർ പോകുന്നതിന്റെ തലേ ദിവസം എനിക്ക് എന്താണെന്നറിയില്ല, ഉറങ്ങാൻ പറ്റൂല മനസ്സിലായില്ല? അവൾക്ക് ഉറങ്ങാൻ പറ്റൂല അത്രേ. ഗുരുവായൂരിൽ പോകുന്ന തലേ ദിവസം അവളിപ്പോ ഗുരുവായൂരിൽ പോവുകയാണ് നാളെ എന്നുള്ളത് ഒന്ന് അറിയിക്കണം. അതിനുള്ള ഏതോ ഒരു പൊറാട്ട നാടകം കൊണ്ടാണ് 37 ഇപ്പൊ വന്നിട്ടുള്ളത്. എന്തായാലും ബാക്കിയും കൂടിയും കേൾക്കാം. അപ്പോൾ ഗുരുവായൂർ പോവാട്ടോ നാളെ, മറക്കരുത്. അത് ഓർമ്മയിൽ അവിടെ ഇരുന്നോട്ടെ. ബാക്കി പറ. നല്ല ആരെയോ മിസ് ചെയ്യുന്ന പോലെ, ആരോ കാത്തിരിക്കുന്ന പോലെ. ആരെ? ഇല്ലാത്ത സലീം ഒന്ന്, രണ്ടാമത് കുരുനേട്ടം, പിന്നെ അതിന്റെ അടിയിൽ കൂടെ ഇനിയിപ്പൊ ആരെനിക്ക് മിസ് ചെയ്യുന്നത്? ചേടാ പറ. അങ്ങനെ എന്തൊക്കെയോ ആ നടയിലൊന്ന് എത്തി കണ്ണനെന്ന് കണ്ട ആ ഒരു എങ്ങനെ വർണ്ണിക്കണമെന്ന് എനിക്കറിയില്ല. എന്നാ വർണ്ണിക്കണ്ട. കാരണം എന്താ അറിയോ? ഈ നോണ വർണ്ണീനൊക്കെ വർണ്ണനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർണ്ണനക്ക് എന്താ പറയാ? എന്തായാലും കേക്കാലേ, പറ. കവി അല്ലാത്തത് കൊണ്ട്, കവിത എഴുതാനേ അറിയാത്തത് കൊണ്ടും വർണ്ണിക്കാൻ ഞാനില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഗുരുവായൂർ നാളെ പോകുന്നല്ലോ എന്ന് ഇന്നലെ ചിന്തിച്ചത് കൊണ്ട് ഉറങ്ങിയില്ല. ഉറങ്ങാത്തത് കൊണ്ട് വന്നു എൻ്റെ ജീവിതത്തിലെ വില്ലൻ, മൈഗ്രേൻ. ഇംഗ്ലീഷിലൊക്കെ പറയാൻ ഭയങ്കര, മലയാളത്തിൽ ചെന്നിക്കുത്ത്. നമുക്ക് മലയാളം മതി. അപ്പൊ ചെന്നിക്കുത്ത് വന്നു. വീട്ടിലെത്തി നോക്കുമ്പം ഇരിക്കാനോ നടക്കാനോ കിടക്കാനോ പറ്റാത്ത അവസ്ഥ. എപ്പോഴെത്തിയേ? 2 ടാബ്ലറ്റ് ഞാൻ കഴിച്ചു. ഒന്ന് പോയി മയങ്ങാൻ നോക്കി, മയങ്ങിയില്ല. പിന്നീട് കട്ടൻ കുടിച്ചു നോക്കി, മാറിയില്ല. അങ്ങനെയാണ് ഇപ്പൊ നിലവിലുള്ള അവസ്ഥ. ഇനി പോയിട്ട് ഇഞ്ചക്ഷൻ വെച്ചാലേ ലവം പോവുള്ളൂ എന്നുള്ളൊരു വാശിയുണ്ടോന്ന് എനിക്ക് അറിയില്ല. കളി കണ്ടിട്ട് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പൊ ഗുരുവായൂർ ഇന്ന് പോയ വീഡിയോസ് ഒന്നും ഇന്ന് പോസ്റ്റ്. മനസ്സിലായില്ല എനിക്ക്? ഇഞ്ചക്ഷൻ വെക്കാൻ പോണോന്ന് ആലോചിച്ചത്. ഒരു ഇഞ്ചക്ഷൻ വെച്ചതിന്റെ തന്നെ തീർന്നിട്ടില്ല ഇതുവരെ. ആ ഹോസ്പിറ്റലുകാരും കുടുങ്ങിയിരിക്കണു, നാട്ടുകാരും കുടുങ്ങിയിരിക്കണു. ഇനിയിപ്പോൾ ഓളിപ്പോൾ അടുത്ത ഇഞ്ചക്ഷനുള്ള പരിപാടിയാ. എന്താച്ച വെച്ചോ. അതായത് ഇപ്പോൾ ഓള് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓളിപ്പം എന്തായാലും ഇവിടേക്ക് പോവുകയാണ്. എവിടേക്ക്? മറ്റേ ഗുരുവായൂർക്ക് നാളെ. അപ്പൊ അത് ജനങ്ങളൊന്ന് അറിയിക്കണം. അത് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. കാരണം നാളത്തെ അത്രയും റീച്ചിന് എന്താ പറയുക, അവിടെ പോയിട്ടുള്ള കാര്യങ്ങൾ എന്താന്ന് ഒളിഞ്ഞു നോക്കേണ്ട ആളുകളുണ്ടല്ലോ. അപ്പൊ ഓലൊക്കെ പാടൊന്ന് അറിയിച്ച, പ്രത്യേകിച്ച് സംഘികളെ ഇവള് ഒരുപാട് സ്നേഹിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യാറില്ല. ഇവറ്റ ഇതിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഇപ്പൊ അങ്ങനെ ആയതാണ്. ആദ്യം പോലും ഭയങ്കര എന്താ പറയുക, ഗോമാതാവ് സ്നേഹിയായിരുന്നു, കണ്ണൻ സ്നേഹിയായിരുന്നു. അമ്പലനടയിൽ നിന്ന് പൂജാരി വന്നിട്ടില്ലെങ്കിലും നേരം വെളുക്കുമ്പോൾ ഇവളുണ്ടാവും ഗുരുവായൂർ അമ്പലത്തില്. പൂജാരി ചിലപ്പോൾ ഒരു ദിവസം ലീവ് എടുക്കാന്ന് വിചാരിക്കും, എന്നാലും ഇവള് അവിടെ ഉണ്ടാവും. കാരണം ഇവള് കണ്ണന്റെ ആളല്ലേ, കണ്ണഭക്തിയല്ലേ. അങ്ങനെ കണ്ണഭക്തി. പിന്നെ ഇപ്പൊ നാളെ പോവാണ്. ആ കാര്യം നിങ്ങളൊന്ന് അറിയിക്കണം. ഇതിന്റെ ബാക്കി ഒരു 10 സെക്കൻഡ് കൂടി ഒന്നാണ് കേക്ക്. സന്തോഷം കൂടിയാലും ഉണ്ടാവേ. ഇപ്പൊ പറയും പടച്ചോൻ തന്നതാ. പടച്ചോനല്ലാതെ വേറെ ആർക്കെങ്കിലും സുക്കേട് തരാൻ പറ്റുമോ? ഇവരെയൊക്കെ ഇപ്പൊ വർത്താനം കേൾക്കുമ്പോ എനിക്ക് അങ്ങ് ചൊറിഞ്ഞു വരുന്നത്. ഇവരൊന്നു കഴിഞ്ഞ് രണ്ടാമത്തേന് പറയും ദൈവം തന്നതാ. ഇടതൊക്കെ ദൈവത്തിനല്ലാതെ വേറെ ആർക്കും തരാൻ പറ്റൂല. അസാമാന്യ വിവരം പോലും നിങ്ങൾക്ക് ഇല്ലാത്തൊരു മനുഷ്യന്മാരായിപ്പോലും മനുഷ്യന്മാരെ നിങ്ങള്. ഏതായാലും ദൈവം തന്നത് തന്നെയാ, അനുഭവിക്കണം. ഞാൻ അനുഭവിച്ചിട്ടേ പോവുള്ളടി എന്നുള്ള കമന്റും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ എല്ലാവരോടും വിഷ് ചെയ്ത എല്ലാവരോടും താങ്ക് യു സോ മച്ച്. മറുപടി തരാത്തത് മനസ്സിലായില്ലേ എനിക്ക്? ഇനിയിപ്പോൾ ആ ചെന്നിക്കുത്ത് വന്നത്
ദൈവം തന്നിട്ടാണ്, പടച്ചോൻ തന്നിട്ടാന്ന് പറയണ്ട. പടച്ചോൻ തന്നെ, ദൈവം തന്നെ തരിക എന്നുള്ളത് ഓൾക്ക് അറിയാന്ന്. പക്ഷെ എന്നിട്ടും എനിക്ക് മനസ്സിലാകാത്തത്, ഇത്രയുമേൽ കണ്ണനെ അവൾ സ്നേഹിച്ചിട്ടും ഡെയിലി 1:30, 1:45, 2 മണിയാകുമ്പോ കണ്ണോളെ വരിക്ക് വന്നിട്ടും പിന്നെ ഇതെന്താണ് ഓൾക്ക് ഉറങ്ങാൻ പറ്റാതിരിക്കണത്? മറ്റേ കണ്ണന്റെ അടുത്തേക്ക് പോകാം, കണ്ണന് ഇഷ്ടമില്ല എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടാകുമോ? എങ്ങനെ? ഓളൊക്കെയാണ്, ഓളും കണ്ണനും ഓക്കെയാണ്, ഓൾക്ക് രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ വേറെ ആരെങ്കിലും അസൂയ കൊണ്ട് കണ്ണനിക്ക് ഇഷ്ടമല്ല എന്നിട്ടേ പറയോ ഇവളങ്ങോട്ട് ചെല്ലണേ? അതുകൊണ്ടാണോ ഇനി ഇത് മുടക്കി വരുന്നത്? എന്തായാലും അതതിൻ്റെ വൈക്കാണ് പോയി, ആരും മെയിൻ ചെയ്തില്ല. അപ്പതാ ഇറങ്ങി ഓളെ ഭാഷയിൽ തന്നെ പറഞ്ഞാല് അടുത്ത വീഡിയോ അതൊന്നും കണ്ടുവെക്കാ. പക്ഷെ നിങ്ങൾ കണ്ടിട്ട് കരയരുത്. ഞാൻ കരഞ്ഞ് 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 മറ്റേ മണി പറഞ്ഞ മാതിരി കുടിച്ചാ പൈപ്പിലും വെള്ളമല്ല, കൊരാൻ കിണറ്റിലും വെള്ളമല്ല, ആ അവസ്ഥയിലൊക്കെ എത്തിക്കണം. സമ്മതിച്ച സങ്കടല്ലേ? കേട്ടോ, ഞാൻ കരയുന്നത് കണ്ടാൽ ചിരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവുമെന്ന് എനിക്കറിയാം. പിന്നെ പറയും. പക്ഷേ ചിലപ്പോ നമ്മുടെ മനസ്സിലെ വിഷമം നമുക്ക് കരഞ്ഞു തീർക്കല്ലാതെ വേറെ നിർവാഹമില്ല. ഞാൻ ഇന്നേ വരെ ഒരാളുടെ വീടിന്റെ മുമ്പ് പോയിട്ടും ഒരു 10 രൂപ ചോദിക്കുകയോ അല്ല ഒരാളോട് എന്നെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയോ ഒന്നും ഞാൻ ചെയ്തു. ഞാൻ ചെയ്യുന്നത് ആകെ എനിക്കറിയാവുന്ന ഒരു തൊഴില് ഈ കണ്ണട വരയ്ക്കുക എന്നുള്ളതാണ്. ഇത് വരച്ചിട്ട് എന്റെ കുടുംബത്തെ ഞാൻ നോക്കുകയാണ് ഇത്രയും കാലം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്, എന്നോട് ഫോട്ടോ മേടിക്കരുത്, ഞാൻ മുസ്ലിം ജിഹാദിയാണ് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാര് എന്നെ വല്ലാത്ത രീതിയിൽ ഉപദ്രവിച്ചു തുടങ്ങി. ഒരു മിനിറ്റ്, മുസ്ലിം ജിഹാദി എന്നൊക്കെ പറയുമ്പോ അതെന്തായാലും കോയമാരാകൂല അല്ലേ? പക്ഷെ ഭയങ്കര സങ്കടമാട്ടോ ഓൾക്ക്. അതായത് കോയമാരെന്ത് പറഞ്ഞാലും ഓൾക്കൊരു പ്രശ്നമല്ല. ഓൾ അതൊക്കെ സിമ്പിളാക്കിയിട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ പറയും ദൈവം തന്നതാ നിനക്ക്, പടച്ചോൻ തന്നതാ നിനക്ക്, ആടോ പടച്ചോൻ തന്നത് തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓളൊരു വീഡിയോ ഇട്ടിരുന്നു. അത് ഏറ്റിലാന്ന് കണ്ടേക്ക് രണ്ടാമത്തത് വന്നിക്ക. നമ്മൾക്ക് സംഖ്യകൾ എന്തെങ്കിലും പറഞ്ഞാണ്ടല്ലോ അതിനോളം വിഷമം വേറെ ഒന്നുമില്ല. എവിടുന്നൊക്കെ ഓൾക്ക് കണ്ണിന്ന് വരിക വെള്ളം, മൂക്കിന്ന് വരിക വെള്ളം. പിന്നെ അപ്പോ ഓൾക്ക് ഭയങ്കര സങ്കടം വന്നിക്ക. ഏത് സംഖ്യകൾ പറയണത് ഇവൾക്ക് ഇഷ്ടമല്ല. കാരണം എന്താ അറിയോ, സംഖ്യകളോട് ഓൾക്ക് പ്രശ്നത്തിന് താല്പര്യമില്ല. സംഖ്യകളെയും കൂടിയും കൈ ഒഴിഞ്ഞാൽ കെയ്യുന്നുള്ളത് ഇവൾക്ക് അറിയാം. ഓള് മാക്സിമം എന്താ ചെയ്യണത്, എല്ലാം ക്ഷമിച്ചും പൊറത്തും ഒക്കെ നിൽക്കുന്നുണ്ട്. ആവട്ടോ, ആ കുട്ടിനെ ആരെ കരയിപ്പിച്ചേ? ബാക്കി പറഞ്ഞാ നിങ്ങളെ. അപ്പൊ എന്റെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് സാക്ഷാൽ ഗുരുവായൂരപ്പനെ വരയ്ക്കുന്നതാണ്. ഞാൻ അതിലൂടെ എന്റെ കുടുംബത്തിനെ നോക്കുന്നത്, ആരെയും ഉപദ്രവിക്കുന്നില്ല, ആരോടും പ്രഷർ ചെലുത്തുന്നില്ല. നിങ്ങൾ എന്റെ ഫോട്ടോ മേടിക്കുന്നു പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ വേണമെങ്കിൽ മാത്രം നിങ്ങൾ മേടിക്കുമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ആരോടും പ്രഷർ ചെലുത്തുകയോ അല്ലെ നിങ്ങളിത് വാങ്ങണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. എന്നിട്ടും എന്റെ ഒരു വരുമാനം ഇങ്ങനെ മുട്ടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാണ് വരുമാനം മുട്ടുക? അങ്ങനെയുണ്ടോ സാധനം? ഇറങ്ങിയിട്ടുണ്ടാവില്ലേ? ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഞങ്ങൾ ജീവിച്ച് നിങ്ങളെ പോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കണമെന്നൊരാഗ്രഹമുള്ള ഒരു വ്യക്തികളാണ്. അയ്യോ എന്റെ പൊന്നെ, ഞങ്ങളെ പോലെ ഇപ്പൊ ജീവിച്ചത്. അപ്പൊ ഞങ്ങളും എന്റെ മാതിരിയാന്ന് വെച്ച് പറയണേ. ഓള് നമ്മളെ പോലെ ജീവിച്ചണെന്ന്. അപ്പൊ ഓള് നമ്മളെ മാതിരിയെ ജീവിച്ചത്, നമ്മളെ ഓലെ മാതിരിയെ ജീവിച്ചത്. ഒരു പിടുത്തമല്ല, ആകെ കൺഫ്യൂഷൻ ആക്കിച്ച്. എന്തായാലും പറ. പക്ഷെ എന്നെ ഇങ്ങനെ എല്ലായിടത്തുനിന്നും ഒറ്റപ്പെടുത്തി ഇങ്ങനെ ഉപദ്രവിക്കാൻ മാത്രമൊന്നും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ആകെ ചെയ്ത് നിങ്ങളുടെ കണ്ണില് ആകെ ഞാൻ തെറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് സാക്ഷാൽ ഗുരുവായൂരപ്പനെ വരയ്ക്കുക എന്നുള്ളതാണ്. ആരതിനെ ഒറ്റപ്പെടുത്തിയ? ഇച്ചിരി വർഗീയതയും കൊണ്ട് നടക്കണ അതിനൊക്കെ ഒറ്റപ്പെടുത്തിയ നിങ്ങളൊക്കെ എന്ത് മനുഷ്യന്മാരാടും? ആലോചിച്ചാൻ പറ്റും എനിക്ക്. എല്ലാരും ഒറ്റപ്പെടുത്തിയിട്ടില്ല ഓള്. പക്ഷേ കഴിഞ്ഞ വീഡിയോയിലോള് പറഞ്ഞത് ജനസാഗര ഇരുന്നോൾക്ക് ബർത്ത്ഡേനെ മറ്റേ വിശ്വസ് കൊടുക്കാന്. എന്നെ ഈ വെറുക്കുന്നവര് മാത്രല്ലടോ, അതിന്റെ ഡബിൾ എന്നെ സ്നേഹിക്കുന്നവരുണ്ട്. എൻ്റെ മെസ്സേജ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോലും എനിക്ക് ടൈം കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഈ സ്നേഹിക്കുന്നവർക്ക് എല്ലാവർക്കും വേണ്ടി സ്റ്റോറി ഇട്ടു.
എനിക്ക് ചെന്നിക്കുത്താണ്, അല്ല എന്ത് കുത്താണ്, ചെന്നിത്തല അല്ല ചെന്നിക്കുത്താണ്. പിന്നെ അതുകൊണ്ട് എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റൂല. അപ്പൊ നിങ്ങള് ആണ് ക്ഷമിക്കും, ഞാൻ സ്റ്റോറി ഇട്ടിക്കണോന്ന്. കൊടുക്കാൻ കഴിയുമോ? ആയിരക്കണക്കിന് മെസ്സേജ് അല്ലേ. രാത്രി ഒന്നും ഇവർക്ക് ആർക്കും ഉറക്കല്ല. ഇവർക്ക് ഇങ്ങനെ ഇങ്ങനെ വാരിക്കോരി കൊടുക്കുക. ആ ഓള് പറയാണ്, ഓളെ അങ്ങോട്ട് ഒറ്റപ്പെടുത്തിത്രേ. കേക്കണം, ഒരേ ദിവസം ഇട്ട 2 വീഡിയോ. അപ്പൊ അത് ബാക്കി പറയത് സാക്ഷാൽ ഗുരുവായൂരപ്പനെ വരയ്ക്കുക എന്നുള്ളതാണ്. ആ ഫോട്ടോ വാങ്ങരുതെന്ന് പറഞ്ഞിട്ട് വിലക്കാൻ കുറച്ച് ആൾക്കാർ, അത് ഞാൻ ജിഹാദിയാണെന്ന് പറഞ്ഞിട്ട്, എനിക്ക് മതമേ ഇല്ല, ഞാൻ മനുഷ്യനായിട്ട് ജീവിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ച ഒരാളാണ്. എന്തിനാണ്? എവിടെ പ്രഖ്യാപിച്ചു? ഇന്ത്യയുടെ തലസ്ഥാനത്തോ? ഈ മതമേ ഇല്ലാതെ ജീവിക്കല്ലേ അല്ലേ? എനിക്ക് മതേ ഇല്ലെങ്കിൽ പിന്നെ എന്തിനായി ഈ കണ്ണൻ എന്താ അങ്ങനെ വിളിച്ചു, കണ്ണൻ എൻ്റെ അടുത്തേക്ക് അത്ര മണിക്ക് വന്നു, കണ്ണൻ്റെ ഒരു വിളി വന്നത് കൊണ്ട് ഞാൻ ഗുരുവായൂർ പോണു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അവിടെ എന്താ അങ്ങനെ? എനിക്ക് ഒരു മതമില്ലാത്ത ഒരാളെ എങ്ങനെ കണ്ണനെ സ്നേഹിക്കുക? ഒരു മതത്തിൽ വിശ്വസിക്കാത്തൊരു വ്യക്തി എങ്ങനെ കണ്ണനെ സ്നേഹിക്കും? കണ്ണനെ സ്നേഹിക്കുന്നത് ഹിന്ദുത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അവർക്ക് കണ്ണനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അവർ ആ മതത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണ്. നീ അടിക്കടി പറയും, എനിക്കൊരു മതത്തിലും വിശ്വാസമല്ല, ഞാൻ മനുഷ്യനായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന്. ആ ആൾക്ക് എങ്ങനെ കണ്ണനെ സ്നേഹിക്കാൻ കഴിയും? എന്തിൻ്റെ പേരിൽ കണ്ണനെ സ്നേഹിക്കാൻ കഴിയും? മതമില്ലാത്ത ഒരാൾക്ക് ദൈവത്തെക്കുറിച്ച് എന്തറിയാം? അപ്പോൾ നിന്റെ ഫ്രോഡ് കളിയാണ് ഇതെല്ലാം എന്ന് നിനക്കും തിരിച്ചറിയാം, നിന്റെ ചുറ്റുപാടുള്ളവർക്കും അറിയാം, സ്പെഷ്യലി ഞങ്ങൾക്കും അറിയാം. പിന്നെ ഇങ്ങനെ കടന്ന് ഒലിപ്പിച്ചിട്ട് കാര്യമില്ല. എന്തായാലും കുറച്ചും കൂടി അല്ലല്ലോ, ബാക്കി പറ. എന്നെ സഹായിച്ചിട്ടില്ലെങ്കിലും എന്നെ ഒന്ന് ഉപദ്രവിക്കാതിരുന്നൂടെ? എന്റെ ഒരു അപേക്ഷയാണ്. ഞാനും എന്റെ കുടുംബവും കഴിഞ്ഞു പോകുന്നത് ഈ ചിത്രവരയിലൂടെയാണ്. അതിങ്ങനെ ഇല്ലാതാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? പിന്നീട് ഞങ്ങൾക്ക് മരണമല്ലാതെ ഞങ്ങളുടെ മുമ്പിൽ വേറെ ഒന്നുമില്ല. ജാതി കോമഡി ഇവിടെ പറയാത് കേട്ടോ. ഇപ്പൊ ഈ 2025 എത്ര ഒക്കെ മരിച്ചു? ഒരു കുപ്പി ഗ്ലൂക്കോസും കൊണ്ട് അവിടെ പോയി കിടക്കും. പോയിനേക്കാ ഉസാറിലാണ് പിന്നെ തിരിച്ചു. ആജാതി മരണാണെന്നുണ്ടെങ്കിൽ മേലാല പണിക്ക് നിൽക്കും കേട്ടോ. ഇങ്ങനെ മരിച്ചാറിയണം പറ. പ്ലീസ് ഉപദ്രവിക്കരുത്, കേട്ടില്ലേ ഞങ്ങളെ? ആരും ഉപദ്രവിക്കരുത്. ഞമ്മളവളെ ഉപദ്രവിച്ചിരിക്കണോളും. ഓള് കാണിച്ച അക്രമങ്ങൾക്ക് ഓൾക്ക് തിരിച്ചടി കിട്ടുക. ഒരു കാലത്ത് സംഘികളെ നല്ല എന്താ പറയാ പാറ്റുന്ന അത്ര എന്തായിരുന്നു സംഘികളൊക്കെ ഇവള് വന്നു കഴിഞ്ഞാൽ മോഡി വന്ന മാതിരിയായിരുന്നു സ്വീകരണം. കാരണം ഓള് തട്ടൊക്കെ ഇട്ടിട്ടാണ് ശല്യല്ലേ. ഈ മന്ദത്തേക്ക് അറിയില്ലായിരുന്നു ഈ തട്ടാണ് സംഘികളെ എത്തി നടക്കണെന്നുള്ളത്. ഞാൻ മനുഷ്യൻ പറഞ്ഞിട്ട് അതിന്റെ പിന്നെ കിട്ടും, ഊരികൾ വലിച്ചെറിഞ്ഞു. അതോടുകൂടെ എന്നാ മനുഷ്യൻ പോ എന്നും പറഞ്ഞ സംഘികളോട് കളഞ്ഞു. ഇപ്പൊ സംഘികള് പൂരത്തെറിയ. ആകെ മുസ്ലിങ്ങളോടുള്ള എന്താ പറയുക വിഷം ഇങ്ങനെ ഇവിടെ തുപ്പിക്കൊടുത്തിരുന്ന സമയത്താണ് സംഘികള് എന്തെങ്കിലുമൊക്കെ ഒരു കമന്റ് എഴുതലും അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫോട്ടോ വാങ്ങണുണ്ട് എന്നുള്ളതൊക്കെ വെറ്റി തീർത്തിന്ന്. ഇപ്പൊ എന്തായി? സംഗതി മൊത്തം അങ്ങോട്ട് വാളി. ആ ഗുരുവായൂരിൽ കേസ് വന്നോടുകൂടെ ഇപ്പോ ഗുരുവായൂരിക്കും പോകാൻ പറ്റണില്ല, സംഘികള് തിരിഞ്ഞും നോക്കണില്ല. ഈ സംഘികളോട് നല്ല രീതിയിൽ ഒരു അണ്ടർസ്റ്റാൻഡിൽ പോവുക എന്നുള്ളത് ഇവളെ കൊണ്ട് കഴിയണമില്ല. അപ്പൊ എന്താ ഇത്? ആദ്യം കുറെ പരിഹസിക്കും. ഈ പരിഹസിക്കണത് ആരെന്നെ അറിയോ? അത് മുസ്ലിങ്ങളെ. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മതമില്ലാത്ത ഓളല്ലേ, അപ്പൊ മുസ്ലിങ്ങളെ ഇതാക്കാം. എന്നാ മതമില്ലാത്ത ഓൾക്ക് കണ്ണനെ ഭയങ്കര ഇഷ്ട, കണ്ണോളത്തേക്ക് വരുന്നു പോണു എന്തൊക്കെയൊക്കെ കൊടുന്നു കൊടുക്കണു അല്ലേ? അങ്ങനെയൊക്കെ തന്നെയല്ലേ? അപ്പൊ പറയുന്ന നമ്മളാണ് മോശക്കാര്. കാരണം നമ്മളെ ഉപദ്രവിക്കുന്ന ആളുകളല്ലേ നമ്മളെ ഉപദ്രവിക്കുക. എന്തായാലും എൻ്റെ പരിപാടി നടക്കട്ടെ. ഇപ്പം നാളെ ഫോണിലുള്ള എല്ലാവരും അറിഞ്ഞിക്കണം കേട്ടോ. ഞാനും കൂടി എന്നെ സഹായിച്ചിക്കണം. പിന്നെ ഇവള് കരയാണെങ്കിലും ശരി, മറ്റേ എന്താ പറയാ ആത്മഹത്യാ ശ്രമമാണെങ്കിലും ശരി, എന്താണെങ്കിലും അതിൻ്റെ ഒക്കെ കൂടെ ഉണ്ടാകും. ഓർഡർ പ്ലീസ്, ഓർഡർ പ്ലീസ്. നമ്മളത് ക്രോപ്പ് ചെയ്യണീന് പേടിച്ചിട്ടാണല്ലോ അത് മാക്സിമം വലുതാക്കി കൊടുത്തിരിക്കുന്നത്. എന്ത് ജന്മല്ലേ. ശരി എന്നാ പോട്ടെ. അന്നെ ഉപദ്രവിക്കല്ല, സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ എനിക്ക് ഉപദ്രവമായി തോന്നുകയാണ്. മനസ്സിലായോ?